എന്നാലും വളരെ സന്തോഷമുണ്ട്. കാരണം 2015, 16, 17 കാലഘട്ടത്തിൽ നാട്ടിലെ എല്ലാ ആളുകളും പൊട്ടനെന്നും പിന്നെന്താ ഒരുപാട് കളിയാക്കിയ അവിടുന്നെല്ലാം ഇന്ന് വളർന്നു വലുതായി ഇന്ന് കമ്പനിയുടെ ഇന്നത്തെ സെലിം മാത്യു സാർ നല്ല സമയത്താണ് മനസ്സിലായത് ഇത്രയും വലിയ പൊസിഷനാണ് ഞാനുള്ളത്. നല്ല കയ്യെത്തില്ല. നിങ്ങൾക്ക് ക്ഷീണം പിടിച്ചില്ല. ഹലോ, ക്ഷീണം പിടിച്ചിട്ടോ? എന്നാൽ ഞാൻ നിങ്ങളൊരു വാക്ക് പറയാം. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ജന്മം കൊണ്ട് ഞാനൊരു അനാഥനാണ്, കർമ്മം കൊണ്ട് ഞാനൊരു പട്ടാളക്കാരനാണ്, ഉള്ളിലടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ഞാൻ ലോകത്തിന്റെ ചക്രവർത്തിയായി പറയുന്നത്. അതുപോലെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും അങ്ങനെ സാധിക്കും. നിങ്ങൾ ഇന്ന് ആരെയായിക്കോട്ടെ, ഏത് ദരിദ്രരായിക്കോട്ടെ, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ, നിങ്ങളൊരു തീരുമാനമെടുക്കുകയും നിങ്ങൾക്ക് സ്വപ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നാളെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇതൊരു പ്രോഗ്രാം ആയിരക്കണക്കിന് ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാണ്. ഇന്നൊരു ചാർജ് ആക്കിയിട്ട് പോകണം. 2015 ശ്രീധരൻ ആലപ്പുഴയിൽ വെച്ച് നമ്മുടെ അനീസ് കത്തിച്ചൊരു തീയാണ് ഇന്ന് ആളിൽ പളർന്ന് പന്തം പോലെ ആയത്. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ആരെയുള്ളതല്ല. 2015 ലിറ്റിസത്തേക്ക് വരുമ്പോൾ വേളം പഞ്ചായത്തിലെ വെറും ദരിദ്രനായിരുന്നു. എല്ലാവർക്കും ഒന്നിനും കൊള്ളാതെ തട്ടിക്കളിച്ച ഫുട്ബോളായിരുന്നു ശ്രീധരൻ. പക്ഷെ അവിടുന്ന് ഒരു തീരുമാനമെടുത്തു. MIS എന്ന കമ്പനി ഒരാളെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ അവിടെ ശ്രീധരൻ രക്ഷപ്പെടുന്ന തീരുമാനം. ആ തീരുമാനം ഉറപ്പിച്ചു. പല സമയത്തും എന്റെ വൈഫ് ഇരിക്കുന്നുണ്ട്. വൈഫ് പോലെ നോക്കിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ വൈഫല്ലേ വന്നാൽ അന്ന് ഞാൻ ഒറ്റവൊക്കെ പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്ത പ്രശ്നമില്ല, ഇതിൽ വിജയിച്ച 2 ഹലോ. പക്ഷെ എന്തുകൊണ്ടും അത് വിശ്വസിച്ചു തീരുമാനമെടുത്തു. എന്റെ എല്ലാ അംഗീകാരങ്ങൾക്കും എന്റെ കട്ടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വീട് തെറ്റ് ചെയ്ത് റോഡ് ഇറങ്ങിയപ്പോൾ എന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്റെ ഭാര്യ. ആ ഭാര്യയാണ് ഇന്ന് ഒരുപാട് നേട്ടങ്ങളിലേക്ക് കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, 2018 സെപ്റ്റംബർ മാസം 19-ാം തീയതി എന്റെ വീട് ജപ്തി ചെയ്ത് എന്റെയും എന്റെ ഭാര്യയും എന്റെ മക്കളെയും റോഡിലിറങ്ങിയ ഇന്ന് ഞാൻ താമസിക്കുന്നത് 60